ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു മോഹൻലാലിനെയാണ് നമ്മൾ ഈ വർഷം കാണാനിടയായത്. ഒരു മോഹൻലാലിന് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നും അല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ന്യൂ ജനറേഷന് ഇത് അത്ഭുതമായി മാറുന്നു. കാരണം ഇങ്ങനെയൊരു മോഹൻലാലിനെ അവർ കണ്ടിട്ടേയില്ല. മോഹൻലാലിന് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ആരാധകർ എപ്പോഴും പറയാറുണ്ടെങ്കിലും അത് എന്താണെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. അവർ തന്നെ അത് വ്യക്തമാക്കുന്നു. 2025 നടൻ മോഹൻലാലിന് മികച്ചൊരു വർഷമായി മാറുകയാണ്. തുടർ പരാജയങ്ങൾക്ക് ശേഷം 2 ഗംഭീര വിജയങ്ങളിലൂടെയാണ് മോഹൻലാൽ ഈ വർഷം തിരിച്ചു വന്നിരിക്കുന്നത്. തുടരും, എമ്പുരാൻ എന്നീ സിനിമകളാണ് ഈ വർഷം ഇതുവരെയായി ഇറങ്ങിയ മോഹൻലാൽ സിനിമകൾ. ഇപ്പോഴിതാ മോഹൻലാലിനെ തേടി മറ്റൊരു റെക്കോർഡ് കൂടി എത്തിയിരിക്കുകയാണ്. ഈ വർഷം ബോക്സ് ഓഫീസിൽ നിന്നും 200 കോടി കടന്ന 2 സിനിമകളിൽ 2 എണ്ണവും മോഹൻലാലിന്റെ പേരിലാണ്. നിലവിൽ 2ഉം 5 സ്ഥാനങ്ങളിലാണ് മോഹൻലാൽ സിനിമകൾ ഉള്ളത്. വിക്കി കൗശൽ നായകനായി എത്തിയ ഛാവയാണ് കളക്ഷനിൽ 1ാമത് നിൽക്കുന്ന സിനിമ. വമ്പൻ പ്രതികരണങ്ങൾ നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വാരിക്കൂട്ടിയത് 810 കോടിയാണ്. ഛത്രപതി ശിവാജിയുടെ മകനും മറാത്ത രാജാവുമായിരുന്ന സാംബാജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുത്ത ചിത്രം വലിയ ബജറ്റിലാണ് ഒരുങ്ങിയത്. രശ്മിക മന്ദന, അക്ഷയ് ഖന്ന, ആശുതോഷ് റാണ, ദിവ്യദത്ത, നീൽ ഭൂപാലം എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. മോഹൻലാൽ ചിത്രമായ എമ്പുരാനാണ് 2ാം സ്ഥാനത്ത്. 265 കോടിക്ക് മുകളിലാണ് എമ്പുരാന്റെ ആഗോള കളക്ഷൻ. 325 കോടിയാണ് ചിത്രം ആഗോള ബിസിനസ്സിലൂടെ നേടിയത്. മികച്ച പ്രതികരണം നേടിയ സിനിമയുടെ മേക്കിങ്ങിന് നിരവധി കൈയടികളാണ് ലഭിച്ചത്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം മലയാളം കണ്ട ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുക്കിയത്. വെങ്കടേഷ് നായകനായി എത്തിയ തെലുങ്ക് ചിത്രം സംക്രാന്തിക്ക് വാസ്തുനാം ആണ് ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള സിനിമ. ജനുവരി 14 സംക്രാന്തി റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. മികച്ച അഭിപ്രായം ലഭിച്ച സിനിമ ബോക്സ് ഓഫീസിലും വലിയ മുന്നേറ്റമായിരുന്നു നടത്തിയത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ വെങ്കടേഷിന് ലഭിച്ച തിരിച്ചുവരവാണ് സംക്രാന്തിക്ക് വാസ്തുനാം എന്ന ചിത്രം. അജിത്തിനെ നായകനാക്കി ആദിക് രവിചന്ദർ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലിയാണ് കളക്ഷനിൽ 4ാം സ്ഥാനത്തുള്ളത്. 246 കോടിയാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ ആഗോള കളക്ഷൻ. തമിഴ് ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 10 ഗുഡ് ബാഡ് അഗ്ലി തിയേറ്ററുകളിൽ എത്തിയത്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ തുടരുമാണ് 5ാം സ്ഥാനത്തുള്ള സിനിമ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും തുടരും 200 കോടി കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതോടെ 2 മാസത്തിനിടെ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന 2ാമത്തെ മോഹൻലാൽ ചിത്രമായി തുടരും മാറി. മോഹൻലാൽ നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്നും സിനിമ സെക്കൻഡ് ഹാഫ് നല്ല മാസായിട്ടുണ്ടെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വന്നതും. ഇതാണ് ചിത്രത്തിനെ ഏറ്റവും വലിയ പോസിറ്റീവ് ആക്കി മാറ്റിയതും. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഗെയിം ചേഞ്ചറും, സിക്കന്ദർ, സ്കൈഫോഴ്സ്, റെയ്ഡ് 2, ഡ്രാഗൺ എന്നീ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ 2025 ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇങ്ങനെ പോകുന്നത്. ആദ്യത്തെ ടോപ്പ് 5 പൊസിഷനിലാണ് മോഹൻലാൽ വന്നു നിൽക്കുന്നത്. 200 കോടിയും കടന്ന് ജൈത്രയാത്ര തുടരുകയാണ് തുടരുമെന്ന ചിത്രത്തിന്റേത്. അത് ബോക്സ് ഓഫീസിൽ ഇന്നും തെളിയിക്കുന്നുണ്ട്. കാരണം ഈ തിങ്കളാഴ്ച ദിവസവും ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസ് റണ്ണ് നടത്തുന്നത്. 3ാമത്തെ തിങ്കളാഴ്ചയൊക്കെ ഏത് ചിത്രമാണ് ഇത്ര വലിയ കളക്ഷൻ ഉണ്ടാക്കുക, അതും കേരള ബോക്സ് ഓഫീസിൽ. പക്ഷേ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മോഹൻലാൽ സിനിമ കാണിച്ചു തരുന്നു. ഈ 18ാം ദിവസവും 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തുടരുമെന്ന ചിത്രം നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വെറുതെ ബുക്ക് മൈ ഷോ ഒന്ന് നോക്കിയാൽ മതി, എല്ലായിടത്തും ഫാസ്റ്റ് ഫില്ലിംഗ് കാണാൻ കഴിയും. പലതും ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയതും ഈ തിങ്കളാഴ്ചയും കാണുന്നതാണ് അത്ഭുതകരമായി മാറുന്നത്. കൂടാതെ തുടരുമെന്ന ചിത്രം മറ്റൊരു കാര്യം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അത് മറ്റൊരു താരത്തിനും സ്വന്തമാക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട സിനിമ എന്ന ഖ്യാതിയിലേക്ക് തുടരുമെന്ന ചിത്രം എത്തിയിരിക്കുന്നു. തുടരും മറികടന്നിരിക്കുന്നത് 2018 എന്ന സിനിമയും ദൃശ്യത്തെയുമാണ്. ഏറ്റവും കൂടുതൽ കണ്ട ഫുട്ബോൾ വന്ന സിനിമയായി തുടരുമെന്ന ചിത്രം മാറിയിരിക്കുന്നു. അത്രയ്ക്ക് ജനപ്രീതി നേടിയ സിനിമയെ തുടരുമെന്ന സിനിമ മാറണമെങ്കിൽ അതൊരു മോഹൻലാൽ സിനിമ തന്നെ ആയിരിക്കണം. അതിനൊരു പോസിറ്റീവ് കിട്ടിയാൽ മാത്രം മതി. ആ പോസിറ്റീവാണ് തുടരുമെന്ന ഈ കൊച്ചു ചിത്രത്തെ ഇത്രയും ജനങ്ങൾ വന്നു കണ്ടിരിക്കുന്നത്.